നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലെ ചില വാക്യങ്ങൾ വായിക്കാം. കഴിഞ്ഞ മെസ്സേജ് ഞാൻ തന്നപ്പോഴും യാക്കോബിന്റെ ലേഖനത്തിലെ 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ച് തുടർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില മെസ്സേജുകളുടെ ഒരു മുഖവുരയാണ് അന്ന് ഓർപ്പിച്ചത്. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ് അന്ന് വായിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ അതിന്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്നും ആ ലേഖനത്തിലൂടെ ദൈവാത്മാവ് എഴുത്തുകാരനിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന പ്രധാന ആഹ്വാനം, പ്രധാന പ്രബോധനം എന്താണ് എന്നുള്ളതും കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. വിശ്വാസം പ്രവൃത്തിയിൽ എന്നുള്ള വിഷയമാണ് ആ ലേഖനത്തിൽ ഉടനീളം വിവിധ ദൃഷ്ടാന്തങ്ങളിലൂടെയും ഒക്കെ തെളിയിച്ച് ആവർത്തിച്ചോർപ്പിക്കുന്നത്. എന്നാൽ ആ ലേഖനത്തിൽ നമുക്ക് നൽകുന്ന ആഹ്വാനം എന്ന് പറയുന്നത് അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, നിങ്ങൾ തികഞ്ഞവരാകണം എന്നുള്ളതാണ്. അതിന്റെ ശരിയായ അർത്ഥം മറ്റു പല പരിഭാഷകളിലും ഇംഗ്ലീഷിലെ വേർഷൻസിലും ഒക്കെ എടുത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ ആ തികഞ്ഞവർ എന്നുള്ളതിന് മച്വർ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി, സ്പിരിച്വൽ മെച്യൂരിറ്റി എന്നുള്ളതാണ് യാക്കോബിന്റെ ലേഖനത്തിന്റെ വിഷയം. ആത്മീകമായി വളരുക, അതിനേക്കാൾ അല്പം കൂടെ കടന്ന് ആത്മീക പക്വതയിൽ എത്തുക എന്നുള്ളതാണ് യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രധാന പ്രബോധനം എന്ന് പറയുന്നത്. ആത്മീയ പക്വതയുടെ ലക്ഷണമാണ് വിശ്വാസം പ്രവൃത്തിയിൽ തെളിയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അതോട് ബന്ധപ്പെട്ട് നമ്മൾ 1-ാം അധ്യായത്തിലൂടെ മുഖവുരയായിട്ട് കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങള്, ആത്മീയ പക്വതയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത് സംഭവിക്കേണ്ടതായി 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് വചനത്താൽ ഒരു ജനനം സംഭവിക്കണം എന്നുള്ളതാണ്. വീണ്ടും ജനനം. ആ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. സത്യത്തിന്റെ വചനത്താൽ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പം വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്കാണ് ആത്മീയമായി പക്വതയിലേക്ക് വരുവാൻ കഴിയുന്നത്. അങ്ങനെ ആത്മീകമായി വചനത്താൽ ജനിച്ചവര് അടുത്ത പടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ 1-ാം അധ്യായത്തിലൂടെ തന്നെ കഴിഞ്ഞ സന്ദേശത്തിൽ ഓർപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ അത് പറയുന്നത്. നാം കണ്ടതാണ് ആ വചനത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ, ഒരു കണ്ണാടി എന്ന സാദൃശ്യത്തിലൂടെയാണ് ആ കാര്യം അവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. വെറുതെ കണ്ണാടി നോക്കിയിട്ട് പോകുക, അതെല്ലാം മറന്നു പോവുക, അങ്ങനല്ല. പിന്നെ വചനത്തിൽ നോക്കുമ്പോൾ നാം ഉറ്റു നോക്കണം, അതിൽ നിലനിൽക്കണം, അത് പ്രാവർത്തികമാക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ആ 1-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണം കേവലം വായിക്കുക, കേവലം പ്രസംഗം കേൾക്കുക എന്നുള്ളതിനപ്പുറത്ത് എത്രമാത്രം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്, എത്രമാത്രം അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ പക്വതയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി 3-ാമത്തേതായിട്ട് നാം അവിടെ ആ മുഖവുരയിൽ കണ്ടത് കഷ്ടത അല്ലെ പരിശോധന ജീവിതത്തിൽ വരുമ്പോൾ നാം എങ്ങനെ അതിനെ നേരിടുന്നു എന്നുള്ളതാണ് ആത്മീയ പക്വതയുടെ അടയാളം. ഇന്ന് അതാണ് ഈ 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. യാക്കോബിന്റെ ലേഖനത്തിലെ ഓരോ അധ്യായത്തിലും 5 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തിലും പ്രധാനമായിട്ട് ഓരോരോ വിഷയങ്ങളാണ്. ആത്മീയ പക്വതയുടെ അടയാളങ്ങൾ എന്ന് വേണമെങ്കിൽ ആ 5 അധ്യായങ്ങളിലെ വിഷയങ്ങളെയും നമുക്ക് പറയാം. നമുക്ക് മുൻപോട്ട് ലഭിക്കുന്ന സമയങ്ങൾക്കനുസരിച്ച് ആ 5 അധ്യായങ്ങളിലൂടെയും ആ വിഷയങ്ങളിൽ ആത്മീയ പക്വത എങ്ങനെയാണ് വെളിപ്പെടുത്താൻ കഴിയുന്നത് എന്ന് ചിന്തിക്കാം. ഇന്ന് ഈ 1-ാം അധ്യായത്തിലെ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയം മറ്റു പല നിലകളിൽ ഇതിനോടകം പലര് ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് പരിശോധന എന്നുള്ളതാണ്. നമ്മളിപ്പോ വായിച്ച ആദ്യത്തെ 8 വാക്യങ്ങളിൽ അത് തുടങ്ങുന്നിടത്ത് തന്നെ പറയുന്നുണ്ട്. അതിന്റെ 2-ാം വാക്യം പറയുന്നത് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അടുത്ത് 4-ാം വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. അവിടെ
ഒന്ന് രണ്ട് വാക്കുകളാണ് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പരീക്ഷ, പരിശോധന എന്നിങ്ങനെ ഒക്കെയുള്ള വാക്കുകളാണ്. ഈ വിഷയം തന്നെ ഇതിനു മുൻപൊരിക്കലും ഞാൻ യാക്കോബിന്റെ ലേഖനത്തിലൂടെയല്ല, എന്നാൽ ഇതിനകത്തെ ഒരു വാക്യത്തോട് ബന്ധപ്പെട്ട് വേറെ ചില ആശയങ്ങൾ അതോട് ബന്ധപ്പെട്ട് വിശദീകരിച്ചതാണ്. പരീക്ഷ എന്നുള്ള വാക്ക് തന്നെ രണ്ടർത്ഥത്തിൽ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്ക് പരീക്ഷ എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ വന്നേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷിലും അതിന്റെ ശരിയായ ആ ആശയങ്ങൾ വെളിപ്പെടുത്തുന്നിടത്തൊക്കെ രണ്ട് വാക്കുകളാണ്, രണ്ടർത്ഥത്തിൽ തന്നെ അത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് താഴോട്ട് വരുമ്പോൾ അതിന് 12-13 വാക്യങ്ങളിലാണ്. യാക്കോബിന്റെ ലേഖനം തന്നെ 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിലാണ്. 12-ാം വാക്യത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരീക്ഷ നേരിടുന്നെങ്കിൽ അത് സഹിക്കുന്ന മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നു, അവൻ ഭാഗ്യവാനാ. എന്തുകൊണ്ട് ഭാഗ്യവാൻ എന്ന് പറയുന്നു? കാരണം അവിടെ പറയുന്നുണ്ട്. എന്നാൽ 13-ാം വാക്യത്തിലേക്ക് പറയുമ്പോൾ അവിടെ പറയുന്നു, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്നാരും പറയരുത്. അതിന്റെ കാരണം എന്താ? താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഒരിക്കൽ 12-13 വാക്യങ്ങൾ തൊട്ടടുത്ത രണ്ട് വാക്യങ്ങളാണ്. 12-ാം വാക്യത്തിൽ പറയാ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുക ദൈവം അങ്ങനെ ആരെയും പരീക്ഷിക്കത്തുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരസ്പരം ഒരു കോൺട്രാഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നാം. എന്നാൽ ആ രണ്ട് വാക്യങ്ങളിലും പരീക്ഷ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാശയത്തിലാണ്. അത് ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, രണ്ട് വാക്കുകൾ തന്നെയാണ്. അവിടെ 12-ാമത്തെ വാക്യത്തിൽ പരീക്ഷ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതാ ഇപ്പം ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിച്ച പരിശോധന എന്നുള്ളത് ട്രയൽസ് എന്നുള്ള വാക്കാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ട്രയൽസ്, പരിശോധനകള്, ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടങ്ങൾ, ദൈവം കടത്തിവിടുന്ന പ്രതികൂലങ്ങള്, പ്രയാസങ്ങള്, ഇതാണ് അവിടെ പറയുന്ന വിഷയം 12-ാം വാക്യത്തിൽ. അതുകൊണ്ട് അവിടെ പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തരുന്ന ട്രയൽസ് അല്ല പരീക്ഷകൾ, അത് സഹിക്കുകയാണെങ്കിൽ അവരാരാ? ഭാഗ്യവാന്മാ എന്നവിടെ പറയുക. എന്നാൽ അടുത്ത 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന ദൈവം അങ്ങനെ ആരെയും പരീക്ഷിക്കത്തുമില്ലെന്ന്. അവിടെ പരീക്ഷ എന്നുള്ള വാക്ക് ട്രയൽ എന്നുള്ള വാക്കല്ല ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ടെംപ്റ്റ് എന്നുള്ള വാക്കാണ്. ടെംപ്റ്റേഷൻ, പരീക്ഷ, ആ വാക്കാണ്. അതിന് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, ഒന്നാമത്തേത് പരിശോധനയാണ്, രണ്ടാമത്തേത് പ്രലോഭനങ്ങളാണ്. ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ വിശദീകരണങ്ങളും നേരത്തെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വേദഭാഗം വന്നതുകൊണ്ട് അതൊന്നുകൂടെ ഒന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അതിൽ 12-ാം വാക്യത്തിൽ പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത് ആര് തരുന്നതാണ്? ദൈവം അനുവദിച്ചു തരുന്നതാണ്, ദൈവം കടത്തിവിടുന്നതാണ് ചില ട്രയൽസ്. അങ്ങനെ അനേകരെ കടത്തിവിട്ട ചരിത്രം ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, അബ്രഹാമിനെ ഒരു പരീക്ഷയിലൂടെ കടത്തിവിട്ടത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന പരീക്ഷ ഏതാണെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം തുടങ്ങുമ്പോൾ ആ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അത് ആര് കടത്തിവിട്ടെന്നാണ്. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അപ്പൊ അബ്രഹാമിനെ ഇസഹാക്കിനെ യാഗം അർപ്പിക്കേണ്ട കാര്യമാണ്. മോറിയ മലയിൽ കൊണ്ടുപോയി ഏകജാതനായ മകനെ അർപ്പിക്കണമെന്നുള്ള ആ വലിയൊരു പരീക്ഷ, ഒരു പരിശോധന, അതിനെ നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ വായിച്ച വാക്ക് വെച്ച് ഇങ്ങനെ തന്നെ പറയാം, അത് വിശ്വാസത്തിന്റെ പരിശോധന തന്നെയാണ്. അതാരാ പരീക്ഷിച്ചത്? ദൈവമാണ് പരീക്ഷിച്ചത്. ദൈവം പരീക്ഷിക്കുന്നവനല്ലെന്ന് 13-ാം അധ്യായത്തിൽ പറയുക, പക്ഷെ അതേ വേദപുസ്തകത്തിൽ പറയുക ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചെന്ന്. അവിടെയാണ് അതിന്റെ വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത്. അത് ട്രയൽ അഥവാ പരിശോധനയാണ്. എന്നാൽ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു, അല്ലെ? അതാര് പരീക്ഷിച്ചതായിട്ട് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്? സാത്താൻ പരീക്ഷിച്ചതാണ്. അത് ശിഷ്യന്മാരോട് പറയുമ്പോഴും പറയുന്നുണ്ട്, കർത്താവ് ഗത്സമന തോട്ടത്തിലൊക്കെ വെച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, പിശാചിന്റെ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ. അവിടെ പറയുന്ന പരീക്ഷ ആര് തരുമെന്ന കർത്താവ് തന്നെ പറയുന്നത്. ആര് തരുന്ന പരീക്ഷയാണ്? പിശാച് തരുന്ന പരീക്ഷയാണ്. ആ പിശാച് തരുന്ന പരീക്ഷയ്ക്ക് അവിടെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രയൽസ് എന്നുള്ള വാക്കല്ല, പിന്നെ ഏതാ? ടെംപ്റ്റേഷൻ എന്നുള്ള വാക്കാണ്, പ്രലോഭനങ്ങളാണ്. അത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇങ്ങനെ വേഗത്തിൽ പറയാ. ഒന്ന് ദൈവം തരുന്നതും മറ്റത് ആര് തരുന്നതാണ്? പിശാച് തരുന്നതും. പിശാച് തരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അറിവുണ്ട്, അത് ശരിയാ. പക്ഷെ ദൈവം കൊണ്ടുവരുന്നതല്ല, ദൈവം നേരിട്ട് തരുന്ന പരീക്ഷകളല്ല, അല്ലെങ്കിൽ പ്രലോഭനങ്ങളല്ല, അത് പിശാച് കൊണ്ടുവരുന്നതാണ്. ചില പ്രലോഭനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ, അതിനെ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, ദൈവം ചില പരീക്ഷകൾ എൻ്റെ ജീവിതത്തിൽ തന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് ദൈവം തരുന്നതല്ല, അത് പിശാച് തരുന്ന പരീക്ഷകളാ, പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ വ്യത്യാസം വെളിപ്പെടുത്തുന്ന ഒരു ലേഖനം കൂടിയാണ് യാക്കോബിന്റെ ലേഖനം. ഈ വിഷയം തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട്
വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഈ 1-ാം അധ്യായത്തിൽ തന്നെ ഉള്ളതായതുകൊണ്ട് അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ വിഷയം, ഇപ്പൊ യാക്കോബിന്റെ ലേഖനത്തിലെ വിഷയം എന്ന് പറയുന്നത് ദൈവം തരുന്ന പരീക്ഷകൾ. അതിനെ യാക്കോബിന്റെ ലേഖനത്തിലെ വാക്ക് തന്നെ ഇങ്ങനെ ഒന്നുകൊണ്ട് എടുത്തു പറയാം: വിശ്വാസത്തിന്റെ പരിശോധന. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്, വിശ്വാസത്തിന്റെ പരിശോധന. ഈ ലേഖനത്തിന്റെ പ്രധാന ആഹ്വാനം എന്താണെന്നുള്ളത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എന്തിനാ വിശ്വാസത്തിന്റെ പരിശോധന ദൈവം തരുന്നത്? നിങ്ങൾ തികഞ്ഞവരാകേണ്ടതിന്. അപ്പൊ എന്തിനു വേണ്ടിയാണെന്ന് അവിടെ തന്നെ പറയാം. ഈ 3-ാം വാക്യവും 4-ാം വാക്യവും ചേർത്ത് ഒന്നിച്ച് നമ്മൾ വായിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം, എന്തിനാ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അനുവദിച്ച് തരുന്നത്? എന്തിനാ ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നത്? എന്തിനാ ചില പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ ദൈവം കൊണ്ട് തരുന്നത്? അത് ദൈവം അനുവദിച്ച് തരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഈ വേദവാക്യം പറയുന്നു: നിങ്ങൾ തികഞ്ഞവരായി വരേണ്ടതിന്. നമ്മുടെ ആത്മീക പക്വതയ്ക്ക് വേണ്ടിയാണ്. അതെങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ ആത്മീയ പക്വത വെളിപ്പെട്ടു വരുന്നത്? നമ്മൾ റോമാലേഖനത്തിലൊക്കെ വായിച്ചാൽ അറിയാം. റോമാലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രത്യേക വാചകം ഇങ്ങനെയുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം, കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു. അപ്പൊ സഹിഷ്ണുത വെളിപ്പെടണമെങ്കിൽ എങ്ങനെയാ അത് വെളിപ്പെടുകയുള്ളൂ? കഷ്ടതയിലൂടെ അത് വെളിപ്പെടുന്നത്. അവിടെയാ നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഒരു പ്രശ്നവുമില്ലാത്ത, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രതികൂലങ്ങളും ഇല്ലാത്ത, ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത സുഖസമൃദ്ധമായ ജീവിതമാണെങ്കിൽ അവിടെ എന്താ സഹിഷ്ണുത? അവിടെ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താന്നൊട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. എവിടെയാണ് സഹിഷ്ണുത വെളിപ്പെടുന്നത്? അത് കഷ്ടത വരുമ്പോഴാ, പ്രശ്നങ്ങൾ വരുമ്പോഴാ. ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെട്ടൊക്കെ പല പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വായിച്ച ഒരു പുസ്തകമുണ്ട്. ഡോണ്ട് വേസ്റ്റ് യുവർ സോറോസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത്, അതുകൊണ്ട് അതിന്റെ ഓതർ ആരാന്നൊക്കെ ഇപ്പൊ ഞാൻ വിട്ടുപോയി. ആ പുസ്തകം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഇപ്പൊ ഈ ദിവസങ്ങളിൽ പുസ്തകങ്ങളുടെ ഞാൻ അതൊന്ന് നല്ലപോലെ അന്വേഷിച്ചു, അത് കാണുന്നില്ല. ഒരുപക്ഷെ കാണും, എന്തോ ഞാൻ തപ്പിയിട്ട് കണ്ടില്ല. അതിനകത്ത് ചില വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിനകത്ത് 1-2 വാചകങ്ങൾ ചില ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ എഴുതി വെച്ച വാചകങ്ങളാണ്. വി നെവർ ലേൺ എനിത്തിങ് ന്യൂ ഓഫ് ഗോഡ് എക്സെപ്റ്റ് ബൈ അഡ്വേഴ്സിറ്റീസ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവത്തെ കുറിച്ച് നമുക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാനായിട്ട് കഴിയുന്നില്ലെന്നാണ് അതിനകത്ത് എഴുതിയ ഒരു പ്രത്യേക വാചകമാണ്. ആ ഭാഗങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് കൊട്ട് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്: നാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നില്ലെങ്കിൽ ദൈവത്തെങ്കിൽ നിന്ന് പുതുതായിട്ടൊന്നും നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വാചകമാണ്: ഓരോ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോഴും ദൈവം ചില പുതിയ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് രണ്ടും ഒന്നാ, അത് 2 നിലകളിൽ 2 വാചകമായിട്ട് അതിനകത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഒരളവിൽ അത് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അനുവദിച്ച് തന്നാൽ അതിലൂടെ ദൈവം നമ്മെ ചില പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് ചില പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടും കഴിയുന്നത്. ദൈവം നല്ലവനാണെന്നുള്ളത് വായിച്ച് നല്ലതുപോലെ നമുക്കറിയാം. ദൈവവചനം വായിക്കുമ്പോഴൊക്കെ അത് പല പ്രാവശ്യം ആവർത്തിച്ച് കാണുന്നുണ്ട്, പ്രസംഗത്തിലൂടെയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയാണെന്നുള്ളത് അനുഭവിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ദൈവം നല്ലവനാണെന്നുള്ളത് കേട്ടറിയാം, വായിച്ചറിയാം, പ്രസംഗിക്കാനും അറിയാം. പക്ഷെ ഇത് അനുഭവിച്ചറിയുന്നത് എപ്പോഴാണ്? ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുമ്പോഴാണ്, ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴാണ് ശരിയാണ്, വചനത്തിൽ ആ പറഞ്ഞിരിക്കുന്നത് സത്യമാണല്ലോ, അതെനിക്കും അനുഭവമാണല്ലോ, എന്റെയും ജീവിതത്തിൽ ഇത് ശരിയാണല്ലോ എന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യങ്ങൾ ശരിയാണെന്ന് ഉറയ്ക്കാനും അത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യം വരുന്നെന്ന് പഠിക്കാനും ദൈവം തരുന്ന ചില നല്ല സന്ദർഭങ്ങളാണ് ജീവിതത്തിൽ ദൈവം അനുവദിച്ച് തരുന്ന പരീക്ഷകൾ. അത് പറയുമ്പോൾ ഈ വാക്ക് എപ്പോഴും മനസ്സിലിരുന്നോണം, അത് വിശ്വാസത്തിന്റെ പരിശോധനയാ. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. ദൃഷ്ടാന്തമായിട്ട് അതൊന്നും എടുത്ത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനത്തിലൂടെ വരുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചും അബ്രഹാം നീതീകരിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഒക്കെ ഈ ലേഖനത്തിൽ മുൻപോട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചെടുത്ത് പറയുകയാണ്, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു. എന്നിട്ട് അടുത്ത് പറയാം, അത് നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണത ഉള്ളവരും ആകേണ്ടതിനാണ്.
അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിനെ മനസ്സിലാക്കാം. പ്രശ്നങ്ങളിൽ നമുക്ക് സ്ഥിരത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റോമാലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ സഹിഷ്ണുത എന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. സഹിഷ്ണുത നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ആ സഹിഷ്ണുത നമ്മെ എങ്ങോട്ട് എത്തിക്കുന്നു? ആ സഹിഷ്ണുത നമ്മളെ ആത്മീക പക്വതയിലേക്ക് എത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, the patience in the midst of trials that makes us mature. കഷ്ടതയിൽ നമുക്കുണ്ടാകുന്ന പേഷ്യൻസ്, കഷ്ടതയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആ സഹിഷ്ണുത, വേറൊരു വാക്ക്, കഷ്ടതയിൽ നമുക്ക് സ്ഥിരതയോടെ നിൽക്കാൻ കഴിയുന്നെങ്കിൽ അത് നമ്മെ എങ്ങോട്ട് നയിക്കുന്നു? നമ്മെ ആത്മീക പക്വതയിലേക്ക് നയിക്കുന്നു. ആത്മീയ പക്വത എന്ന് പറയുമ്പോൾ കേവലം ആത്മീക വളർച്ചയല്ല. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ചതാ. ആത്മീക വളർച്ചയും ആത്മീയ പക്വതയും തമ്മിൽ അല്പ ആശയപരമായ വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നത് ആത്മീക പക്വതയെ കുറിച്ചാണ്. കഷ്ടതയും പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോഴാണ് അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളത്, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്മീക പക്വതയുടെ ഒരു അടയാളം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, അല്ലെ കഷ്ടത പരിശോധനകൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്ന് പറയുന്നത് 4 പ്രത്യേക ക്രിയാപദങ്ങളിലൂടെയാണ്. ഞാൻ ആ 4 കാര്യങ്ങൾ ആദ്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അല്പം ഒന്ന് വിശദീകരിക്കാം. ആ വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിയുക. അപ്പം വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അറിയണം. അതാണ് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത്, അങ്ങനെ അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവേൻ. അപ്പൊ രണ്ടാമത്തെ പ്രയോഗം എണ്ണുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത്, നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പൊ മൂന്നാമത്തേത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് 5-ാം വാക്യം, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. യാചിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുവദിച്ച് തരുമ്പോൾ ആത്മീയ പക്വതയുടെ അടയാളമായി ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതിവിടെ പറഞ്ഞിരിക്കുന്ന 4 ക്രിയാപദങ്ങളെ എടുത്ത് അതിലൂടെ ഞാനൊന്ന് വിശദീകരിക്കുന്നതേ ഉള്ളൂ. ആ വേദഭാഗം ആ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന 4 നിർദ്ദേശങ്ങളായിട്ട് ഞാനൊന്ന് വിശദീകരിക്കുന്നതാണ്. എങ്ങനെ വേണം നമ്മൾ നേരിടാൻ? ഒരു ആത്മീയ പക്വതയുള്ള വ്യക്തി പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടും? 1, അതിനെക്കുറിച്ച് ചില അറിവ് നമുക്കുണ്ടാകണം, നമ്മൾ അറിയണം. 2, അത് എങ്ങനെ നാം അതിനെ എണ്ണുന്നു. 3, അതിന്റെ നടുവിൽ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ ആയിരിക്കും. 4, ആ സമയത്ത് നമ്മുടെ യാചന എങ്ങനെയുള്ളതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ 4 വാക്ക് ഒന്നുകൂടെ പറയട്ടെ. അറിയുക, എണ്ണുക, പ്രവർത്തിക്കുക, യാചിക്കുക എന്നീ 4 വാക്കുകളോട് ബന്ധപ്പെട്ടാണ് ആ വേദഭാഗത്തൂടെ ചില നിർദ്ദേശങ്ങൾ. അതിൽ ഒന്നാമത്തേത് അറിയുക എന്നുള്ളതാണ്. എന്താ അറിയേണ്ടത്? അറിയേണ്ടത് എന്താന്ന് അവിടെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിയുക. അപ്പം പരിശോധനകൾ ജീവിതത്തിൽ വരുമ്പോൾ ഒരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? ഇതെന്തിനാ ദൈവം എനിക്ക് തന്നേ? ഞാൻ ഇങ്ങനെയൊക്കെ ആത്മീയനായിട്ട് ജീവിച്ചിട്ടും ഈ പ്രശ്നം എന്റെ ജീവിതത്തിൽ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് ചോദിക്കുകയല്ല വേണ്ടത്. പിന്നെ എന്താ? ഒരു കാര്യം അറിയണം. എന്തറിയണം? ഈ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത് എന്നെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്, എന്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിന്റെ പ്രോസസ്സാണ് സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ, എന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയാ, എന്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയാ. ഇതറിയണം. ഇതറിയാമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ പരാതിപ്പെടത്തില്ല, അതിന്റെ നടുവിൽ നമ്മൾ കുറ്റം പറയത്തില്ല, എന്ത് ഇങ്ങനെയൊക്കെ ദൈവമേ എന്ന് നമ്മൾ ചോദിക്കത്തില്ല, പിറുവിറുക്കത്തില്ല. വിശ്വാസത്തിന്റെ പരിശോധന എന്തിനാ? ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് നമ്മൾ അറിയുക. അതാണ് ഒന്നാമത് ആത്മീയ പക്വതയുടെ ലക്ഷണമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, പുതിയ കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിലൂടെ ആ വിഷയം ചിന്തിക്കുന്നത് കൊണ്ട് ഞാനത് ഒന്നുകൂടെ എടുത്തു പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലൂടെ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിയണം. എന്തറിയണം? ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ചില
ചില ഉദ്ദേശങ്ങളുണ്ട്. എന്താ ദൈവത്തിന്റെ ഉദ്ദേശം? ഈ വിഷയം തന്നെ നമ്മളെടുത്ത് വിശദമായിട്ട് പഠിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് കാണാം. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കാര്യം മാത്രം അതോട് ബന്ധപ്പെട്ടൊന്ന് പറയുക. 12-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അവിടെ പറയുന്ന ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത് പറയുന്നത് എന്താ? അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പൊ എന്തിനു വേണ്ടിയാ ദൈവം പരീക്ഷ തരുന്നേ? ഇതറിയണം. ദൈവം പരീക്ഷ തരുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്, അതറിയണം. അതിലൊന്ന് മാത്രം ഞാനിപ്പോ ഇവിടെ നിന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്താ ദൈവം അങ്ങനെ അനുവദിക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം? ദൈവത്തിന്റെ ഉദ്ദേശം എന്താന്ന് അവിടെ പറഞ്ഞു. നമ്മൾ കൊള്ളാകുന്നവരായിട്ട് തെളിഞ്ഞു വരണം. നമ്മൾ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നോ അതിനേക്കാൾ കുറച്ചുകൂടെ കൊള്ളാവുന്നവരായിട്ട് തെളിഞ്ഞു വരാനാണ്. അപ്പൊ ഇപ്പം കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നതാ. നമ്മൾ കുറച്ചുകൂടെ നന്നാകാനുണ്ട്, കുറച്ചുകൂടെ ഒന്ന് ചൊവ്വാകാനുണ്ട്. ഈ യാക്കോബിന്റെ ലേഖനത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കൊള്ളാവുന്നവരായിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന വേറൊരു വാക്ക് ശ്രദ്ധിച്ച്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അവൻ തെളിഞ്ഞു വരണം നമ്മൾ കൊള്ളാവുന്നവരാണെന്ന്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് ഒരാളെ എടുക്കുകയാണെങ്കിൽ അതിനവൻ കൊള്ളാമെന്ന് ബോധ്യപ്പെട്ടാലേ നമ്മൾ ആ ജോലിക്ക് അയാളെ ആക്കി വെക്കുള്ളൂ. ഇത് ഏൽപ്പിച്ചാൽ അവൻ അത് ചെയ്തോളും. അതിനാണ് ഇന്റർവ്യൂവും, അതിനാണ് അല്പകാലത്തെ ഒരു ട്രെയിനിങ് പീരീഡ് അല്ലെങ്കിൽ പ്രൊബേഷണറി പീരീഡ് ഒക്കെ വെക്കുന്നത്. ഇവൻ ഇതിന് യോഗ്യനാണോ, ഇവനിത് അറിയാമോ, ഇവനിതിന് കൊള്ളാമോ എന്നൊന്ന് പരീക്ഷിക്കാനായിട്ടാ. ഒരുപക്ഷെ ആ പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുന്നത് അല്പം കഠിനമായിരിക്കും അല്ലെ? പോലീസ് ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പോലീസ് കിട്ടിയവര് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ കാണുന്നവരെല്ലാം ചാട്ടി ഇടിക്കുന്നത് എന്താന്നൊക്കെ ചുമ്മാ എൻ്റെ കൂട്ടുകാരായ ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ പറയാ, ട്രെയിനിങ് പീരീഡ് ചുമ്മാ ഞങ്ങൾക്കിട്ട് ഒത്തിരി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാ, അല്പമല്ല വളരെ കഠിനമാ. എന്തിനാ അതിലൂടെ കടത്തിവിട്ടത്? ഇത് കഴിഞ്ഞ് പുറത്തു വന്നാൽ ഇവര് കൊള്ളാവുന്നവരായിട്ട് തെളിയാൻ വേണ്ടിയാ. എന്തിനാ കഠിനമായ ചില പരിശോധനകളിലൂടെ ദൈവം കടത്തിവിടുന്നത്? അതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില വാക്യങ്ങളൊക്കെ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എന്താ ദൈവം ചെയ്യുന്നത് എന്നുള്ളതിന് നമുക്ക് വേഗത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ അധികം വിശദീകരണം കൂടാതെ പറഞ്ഞു പോകാം. ഇയ്യോബ് 23:10, ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിച്ചാൽ, എങ്ങനെ ഞാൻ പുറത്തു വരണമെന്നുള്ളതാ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എടുത്തെങ്കിലും ഒന്ന് വായിച്ചാൽ ഭാവിച്ച ഇയ്യോബ് 23:10. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ എങ്ങനെ പുറത്തു വരണം? പൊന്നുപോലെ പുറത്തു വരുന്നതിനു വേണ്ടി. ആരാ ഈ പറയുന്നത്? ഇയ്യോബ് പറയുന്നത്. ഇയ്യോബ് കടന്നു പോകുന്ന ശോധനയുടെ നടുവിൽ അനുഭവത്തിൽ നിന്ന് പറയാ, എന്തിനാ ദൈവം ഇങ്ങനെയുള്ള ശോധനകളിലൂടെ എന്നെ കടത്തിവിടുന്നത്? ഞാൻ പൊന്നുപോലെ പുറത്തു വരേണ്ടതിന്. വേറെ ചില വാക്യങ്ങളുണ്ട്. 66-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം ഇതേ ആശയം തന്നെയാ. 66-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിച്ചേക്കുക. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:7. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാ വിശ്വാസത്തിന്റെ പരിശോധന. ഇതൊക്കെ തരുന്ന ആശയം എന്താ? തീയിലൂടെ കടന്നുപോയി, കഠിനമായ ശോധനയിലൂടെ കടന്നുപോയി, വലിയ ചൂടിലൂടെ കടന്നുപോയി പൊന്ന് എങ്ങനെ ശുദ്ധിയുള്ളതായിട്ട് പുറത്തു വരുന്നോ, എങ്ങനെ വെള്ളി ഊതി കഴിച്ച് നല്ലത് പുറത്തു വരുന്നോ, അതിനേക്കാൾ വിലയേറിയതാ ഏത്? വിശ്വാസത്തിന്റെ പരിശോധന. ഇതറിയാമെങ്കിൽ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പരിശോധനകൾ വരുമ്പോൾ നിങ്ങൾ ഇതറിയണം. എന്തറിയണം? ഇത് എന്തിനു വേണ്ടിയാന്നുള്ളത് അറിയണം. വ്യത്യസ്ത അനുഭവങ്ങളാണ് നമുക്കൊക്കെ. വ്യത്യസ്ത നിലകളിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രശ്നവും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ഇല്ലാത്ത ആരുമില്ലല്ലോ. ഇത്തരം ആലോചനകളൊക്കെ പറയുമ്പോൾ ഇത് കഴിയുമ്പോൾ പലരും വന്ന് പറയും, ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, കേട്ട ആലോചനകൾ എത്രയോ ശരിയാ എന്നൊക്കെ പറയും. കാരണം ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത, ഒന്നല്ലെങ്കിൽ വേറെ അനുഭവങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകാത്ത ആരുമില്ല, ഒരു വിശ്വാസിയുമില്ല. പക്ഷെ അതൊക്കെ വരുമ്പോൾ ദൈവം തരുന്ന പരിശോധനകളാണെങ്കിൽ, വിശ്വാസത്തിന്റെ പരിശോധനകളാണെങ്കിൽ അവിടെ നമ്മൾ അറിയണം. എന്തറിയണം? ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ദൈവം തരുന്നതാണെങ്കിൽ അത് നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല. ദൈവം കടത്തിവിടുന്ന പരിശോധനകളാണെങ്കിൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ അകറ്റിക്കളയാൻ വേണ്ടിയല്ല.
പിശാചാ കൊണ്ടിരുന്നെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും നമ്മുടെ എല്ലാ ആത്മീയതയും കൂടെ കളയാൻ വേണ്ടിയാണ്, അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാ. എന്നാൽ ദൈവമാണ് കൊണ്ടിരുന്നതെങ്കിൽ ഈ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഏത്? വിശ്വാസത്തിന്റെ പരിശോധന എന്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്, അല്ലെ എന്നെ ഒന്നുകൂടെ കുറച്ചുകൂടെ കൊള്ളാവുന്നവനായി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നിട്ട് യാക്കോബ് 1:12 പറയുന്നത് അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പൊ പരിശോധനയുടെ നടുവിൽ അതിന്റെ ദൈവ ഉദ്ദേശം അറിഞ്ഞ് അത് സഹിക്കുന്നവൻ ഭാഗ്യവാനെന്ന് മാത്രമല്ല, അവനെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം പരിശോധനയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഒന്നും പ്രതിഫലമില്ല. ഉണ്ടോ? കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുമ്പോൾ വചനത്തെ വാക്യമുണ്ട്, അതിലൂടെ കടന്നു പോകാമെങ്കിൽ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? ഇവിടെ പറയുന്നു ദൈവം വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. പക്ഷെ ഇവിടെ പറയുന്ന വാക്ക് കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന എല്ലാവർക്കും പ്രതിഫലം ഉണ്ടെന്നല്ല. പിന്നെ എന്താ? ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ പിന്നിലെ ദൈവോദ്ദേശം എന്താണെന്നറിഞ്ഞ് കൊള്ളാവുന്നവരായി തെളിഞ്ഞ ശേഷമാണ് എന്ത് കിട്ടുന്നത്? ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ച്, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. ആർക്കുള്ളതാണ് ഈ പ്രതിഫലം? ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഉള്ളതല്ല, പിന്നെ അതിലൂടെ കടന്ന് കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കിട്ടുന്ന പ്രതിഫലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടെ ഇവിടെ പറയാണ്, അങ്ങനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ വിശ്വസിക്കുന്നവർക്കെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് തന്നെ അനുസരിക്കുന്നവർക്കൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രതിഫലം ആർക്കുള്ളതാണ്? കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഒരു വലിയ പ്രശ്നം ദൈവം അനുവദിച്ച് തന്നിരിക്കുക നമ്മുടെ ജീവിതത്തിൽ, ഒരു പ്രതികൂലം. എന്നും ഞാൻ എടുത്ത് പർട്ടിക്കുലർ ആയിട്ട് പറയുകയല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടാണല്ലോ. കഠിനമായ ചില ശോധനകളിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. ദൈവദാസന്മാരൊക്കെ ഒന്ന് പറയുക, സാരമില്ല, ഇത് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന, ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് പറയുക. അപ്പം ഒരു ചിന്ത മനസ്സിൽ കിട്ടി, എന്ത്? ഇത് ആരറിഞ്ഞു തന്നിരിക്കുക? ഇത് ദൈവം അറിഞ്ഞു തന്നിരിക്കുക. പകുതി കിട്ടി, ബാക്കി ശ്രദ്ധിച്ചില്ല. എന്താ പകുതി? അങ്ങനെയാണല്ലോ നമ്മൾ ചിലപ്പം ദൈവവചനമൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തെ മുഴുവൻ കാര്യങ്ങളുമല്ല, പകുതി നമ്മളോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളങ്ങ് എടുക്കും, ബാക്കി ഗൗരവം കൊടുക്കാതെ വിടും. അപ്പൊ വന്ന് പറഞ്ഞു ഇത് ദൈവം അറിഞ്ഞു തന്നതാ. അപ്പൊ ദൈവം അറിഞ്ഞാണോ തന്നേ? അതിന്റെ ബാക്കി വിട്ടു. ദൈവം അറിഞ്ഞാ തന്നതെങ്കിൽ ഒരാൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ആ ആളിനോട് നമുക്ക് ഇഷ്ടം കൂടുവോ കുറയോ? സ്വാഭാവികമായിട്ട് ഒരാൾ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ തരിക, നമ്മളെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയാണെങ്കിൽ ആ ആളിനോടുള്ള ഇഷ്ടം കൂടുമോ കുറയോ? ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും പറയുന്നില്ലെന്നേ ഉള്ളൂ, ഇഷ്ടം കുറയേ ഉള്ളൂ. എന്നാ കാരണം? ഒരു കുഴപ്പമില്ലാതെ പോയിടത്ത് എന്നെ ഈ കഷ്ടപ്പാടിന് അനുവദിച്ച് വിട്ടിരിക്കുക, എന്നെ കഷ്ടപ്പെടുത്തുക, അറിഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കുക, ഉള്ള ഇഷ്ടം കുറയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്നേഹം കുറയാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവം വിശ്വാസത്തിന്റെ പരിശോധന തരുമ്പോൾ അതിലൂടെ കടന്ന് കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ഇതൊക്കെ തന്ന കർത്താവിനോടുള്ള സ്നേഹം കുറയല്ല, പിന്നെ കൂടുന്നവർക്കാ എന്തുള്ളത്. ആ വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അവിടെ പ്രതിഫലം, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രതിഫലമുണ്ട്, ജീവകിരീടമുണ്ട്. അത് കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ്. ആ വാഗ്ദത്തം അത് വിശ്വസ്തയോടെ പാലിക്കുന്നവനാണ് ദൈവം. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ആർക്കുള്ളതാ ഈ പ്രതിഫലം? കഷ്ടതയിലൂടെ കടന്നുപോയി, കഠിന ശോധനയിലൂടെ കടന്നുപോയി, അതിന്റെ പിന്നിലുള്ള ദൈവോദ്ദേശം തിരിച്ചറിഞ്ഞ് കൊള്ളാവുന്നവനായി തെളിഞ്ഞ് ശേഷം കർത്താവിനെ അധികം സ്നേഹിക്കുന്നവർക്ക്. അപ്പം പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം കുറയുകയാണോ കൂടുകയാണോ? നമുക്ക് തന്നെ അറിയാം, ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ സ്നേഹം കുറയുക, പിന്നെ നമ്മുടെ യോഗത്തിനുമൊക്കെ കുറയുക, പിന്നെ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ കുറയുക, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. പക്ഷെ ഈ വാക്യം പറയുന്നത് എന്നാണെന്നറിയാമോ? അങ്ങനെയുള്ള പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവത്തോടുള്ള, കർത്താവിനോടുള്ള സ്നേഹം കൂടുന്നവർക്കാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയട്ടെ. കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലമെന്നല്ല, കർത്താവിനെ അനുസരിക്കുന്നവർക്ക് പ്രതിഫലമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുക, അനുസരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കഷ്ടത വരുമ്പോൾ ഉള്ള സ്നേഹം കുറയല്ല, കുറച്ചുകൂടെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുക. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്നെ സ്ഥിരപ്പെടുത്താനാ, എന്നെ ശോധന കഴിച്ച് വെള്ളി ഊതി കഴിക്കും പോലെ പുറത്തു കൊണ്ടുവരാനാ, എന്നെ കൊള്ളാവുന്നവനായി തെളിഞ്ഞു വരാൻ വേണ്ടിയാ ദൈവം ഈ അനുവദിക്കുന്നതെന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു തിരിച്ചറിവുണ്ടാകും. അതാണ് ആത്മീയ പക്വതയുടെ ലക്ഷണം.
ഇനി രണ്ടാമത്തത്, ആ അറിവ് മാത്രമല്ല, അങ്ങനെ അറിവുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അടുത്തു പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് ഒന്ന് അറിയുക. എന്തറിയണം? ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. ഈ അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ വരുമ്പോൾ എണ്ണി നോക്കും. എണ്ണും. എന്താ എണ്ണുക എന്ന് പറഞ്ഞാൽ? അവിടെ എണ്ണുക എന്ന് പറയുന്ന പദം നമുക്ക് വിശദീകരിക്കണമെന്നില്ലല്ലോ. കണക്ക് കൂട്ടി നോക്കുക, അല്ലെ? എണ്ണി നോക്കുക. പ്രശ്നങ്ങൾ വന്നു, ആ പ്രശ്നങ്ങൾ കൊണ്ട് എന്തൊക്കെ, ഇനി അതിനപ്പുറത്ത് ഇത് സഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ഇതിനപ്പുറത്ത് വെച്ചിരിക്കുന്നത് എന്തോ, ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടുകൂടെ പറഞ്ഞാൽ ലാഭനഷ്ട കണക്ക് നോക്കുക, കണക്ക് കൂട്ടി നോക്കുക. ഇതിലേതാ മെച്ചം, ഇതിലേതാ നല്ലത്, അങ്ങനെ ഒന്ന് എണ്ണി നോക്കണം. എണ്ണുക എന്ന് പറയുന്നത് അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എണ്ണി നോക്കണം. പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അതിന്റെ വിഷമങ്ങൾ മാത്രമല്ല നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അതിന്റെ പ്രശ്നങ്ങളെല്ലാം വരും. ഒരു രോഗം ഒന്ന് ചിലപ്പോൾ പെട്ടെന്ന് കിടക്കേണ്ടി വന്നാൽ, നാളെ അത് പ്ലാൻ ചെയ്തിരുന്ന അത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു ശുശ്രൂഷ ചെയ്തിരുന്ന അത് ഇനി പോകാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും. കണക്ക് കൂട്ടിയ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. അതെല്ലാം നഷ്ടമാണ്. ഇതെല്ലാം സാധിക്കേണ്ടതായിരുന്നു, പക്ഷെ സാധിക്കാതെ പോകുന്നു. അതിന്റെ വിഷമം വരും. അപ്പോൾ അതിന്റെ മറുവശം എണ്ണുക, എന്തോ ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. എന്നെ അവിടോട്ട് പോകാൻ ദൈവം അനുവദിക്കാതെ ഈ കഷ്ടത തന്നെങ്കിൽ, ആ യാത്ര ഒഴിവാക്കാൻ ഇങ്ങനൊരു പ്രശ്നം ദൈവം മുമ്പിൽ കൊണ്ട് തന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതൊന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ ആ ഉദ്ദേശം എന്താണെന്ന് അപ്പം മനസ്സിലായില്ലെന്ന് വരും, കുറച്ച് കഴിഞ്ഞേ അത് മനസ്സിലായുള്ളെന്ന് വരും. ഒരുപക്ഷെ അതിന്റെ ഉദ്ദേശം മനസ്സിലായാലും തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് വരാം. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, കടന്നു പോകുമ്പോൾ ഈ ഒരു അറിവ് ഉണ്ടായിരിക്കണം. എന്ത്? ദൈവത്തിന്റെ ഇതിന്റെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്. ഈ അറിവുണ്ടെങ്കിൽ ആ അറിവും ഈ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന നഷ്ടങ്ങളൂടെ കണക്ക് കൂട്ടി നോക്കുക. കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏതായിരിക്കണം ലാഭം? ആ അറിവാണ്. ഇങ്ങനെ എണ്ണിയ ഒന്ന് രണ്ട് പേരെ കുറിച്ച് ഞാൻ ഒരു ദൃഷ്ടാന്തം വേഗത്തിൽ ഒന്ന് പറയാം. മോശയെ കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. എന്താ മോശ എണ്ണി നോക്കിയെന്ന് അവിടെ പറയുന്നത്. എണ്ണി. എങ്ങനെയാ എണ്ണിയത്? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി നോക്കി. മിസ്രയീമിലെ മിസ്രയീമിലെ എല്ലാം വിട്ടേച്ച് ഇങ്ങോട്ട് പോരുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ പരിഹസിക്കുകയുള്ളൂ. അല്ല, ഇത്രയും ധനത്തിന്റെ ഉടമ, ഇത്രയും സൗകര്യം, സുഖമായി ജീവിക്കാവുന്നവൻ, ഇതെല്ലാം വിട്ടിട്ട് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ അവരും പരിഹസിക്കും. ഇങ്ങോട്ട് വന്ന മോശയുടെ വീട്ടുകാരും പരിഹസിക്കും. ഇതൊക്കെ ഇട്ടേച്ചാണോ നീ പോണേ? എന്തെല്ലാം അനുഭവിക്കാവുന്നവനാണ്. പക്ഷെ ഇങ്ങോട്ട് വന്നാലോ നിന്നയാ. പക്ഷെ മോശയ്ക്കൊരു കാര്യം അറിയാമായിരുന്നത് കൊണ്ട് മോശ എണ്ണി നോക്കി ഏതാ ലാഭം എന്ന് കണ്ടത്. അതാണ് വിശ്വാസത്തിന്റെ പരിശോധനയിൽ നമുക്ക് സംഭവിക്കേണ്ടത്. എണ്ണി നോക്കി ലാഭം ഏതാണെന്ന് മനസ്സിലാക്കുക. വേറൊരാളെ നമുക്കറിയാമല്ലോ. ഫിലിപ്പ് ലേഖനം 3 അധ്യായത്തിൽ വേറൊരാൾ എണ്ണി നോക്കിയ കാര്യം പറയുന്നുണ്ട്. 3 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ പൗലോസ് എണ്ണിയ കാര്യങ്ങൾ, അല്ലെ? പൗലോസ് അവിടെ പറയുന്നത് 3 പ്രാവശ്യം താൻ എണ്ണി നോക്കിയ കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ദമസ്കോസിന്റെ വാതിൽക്കൽ വെച്ചൊരു പുതിയ തീരുമാനമെടുത്ത് ഇതുവരെയുള്ള ജീവിത വഴിയിൽ നിന്നും മാറി ഇതുവരെ അനുഭവിച്ച സകല പദവികളും സകല സുഖങ്ങളും വേണ്ടെന്ന് വെച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഇതുവരെ അനുഭവിച്ചതെല്ലാം വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ട്? ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. ഇത് പറഞ്ഞിട്ട് അല്പം താഴോട്ട് വരുമ്പോൾ പറയുന്നത് എന്നാണെന്നറിയാമോ? ഇതെല്ലാം വേണ്ടെന്ന് വെച്ചു, ക്രിസ്തുവിനെ കിട്ടി. പക്ഷെ ഇത് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ ഇവിടെ കിടക്കുക. ഇത് വേണ്ടെന്ന് വെച്ചെന്നല്ല, പുതിയ ചിലത് കിട്ടി. ഏതാ കിട്ടിയത്? ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് കിട്ടിയത് എന്താ? ജയിൽവാസം, കാരാഗൃഹത്തിൽ കിടക്കുക. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് ഞാൻ ആ എഴുത്തെഴുതുമ്പോൾ വീണ്ടും ഫിലിപ്പ് ലേഖനം 3 അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ എഴുതി, ഇപ്പോഴും ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ആദ്യം പറഞ്ഞത് എന്താ? ക്രിസ്തു നിമിത്തം ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണി. എന്നിട്ട് ഇപ്പം പറയുക, ഇപ്പോഴും ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല പൗലോസിന്റെ പ്രസ്താവന, അല്ലെ? സാക്ഷ്യം. അല്പം കൂടെ താഴോട്ട് വരുമ്പോൾ ആ പുനരുദ്ധാനത്തിന്റെ ശക്തിയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുക, ഞാൻ എല്ലാം ഛേദമെന്നല്ല പിന്നെ പറയുന്നത്, ചവർ എന്ന് എണ്ണുന്നു. നോക്കി ആ കണക്കുകൂട്ടലുകള് പൗലോസിന്റെ. ഞാൻ ചോദിക്കട്ടെ, ദമസ്കോസിന്റെ വാതിൽക്ക് വെച്ച് കണക്ക് കൂട്ടിയ കണക്ക് കൂട്ടൽ തെറ്റായിരുന്നോ ശരിയായിരുന്നോ? ജയിലിൽ കിടന്ന് താൻ കണക്ക് കൂട്ടിയത് ശരിയോ തെറ്റോ? മുമ്പോട്ടുള്ള ഭാവിയെ നോക്കി
എല്ലാം ചവറെന്നെണ്ണിയ ആ കണക്ക് കൂട്ടല് ശരിയോ തെറ്റോ? ലോകപ്രകാരം നോക്കിയാൽ കണക്ക് കൂട്ടല് മുഴുവൻ തെറ്റി പൗലോസ്. പക്ഷെ പൗലോസിന്റെ ജീവിതം അറിയാവുന്ന നമുക്കിന്നറിയാം, താൻ എടുത്ത സകല കണക്കുകൂട്ടലുകളും ശരിയായിരുന്നോ? പ്രശ്നങ്ങളുടെ നടുവിലല്ലേ കണക്ക് കൂട്ടിയത്? എല്ലാം വിട്ടിറങ്ങി പുറപ്പെടേണ്ടി വന്നപ്പോഴല്ലേ എണ്ണി നോക്കിയത്? കാരാഗ്രഹത്തിന്റെയും കഷ്ടതയുടെയും നടുവിൽ കിടക്കുമ്പോഴല്ലേ എണ്ണി നോക്കിയത്? ഈ പ്രശ്നങ്ങളുടെ, ഈ പരിശോധനകളുടെ നടുവിലും താൻ എണ്ണി. ഇനി ഇവിടെ എണ്ണാൻ പറഞ്ഞിരിക്കുമ്പോൾ ആ എണ്ണുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ. 3-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവേ. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ മോശ എണ്ണി, പൗലോസ് എണ്ണി. ഇവിടെ നമ്മളോട് പറയുക, നിങ്ങൾ അതിന്റെ നടുവിൽ കിടന്ന് നിങ്ങൾക്ക് ഈ അറിവുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എണ്ണും? അതിനെ സന്തോഷം എന്നെണ്ണം. ഒരു വാക്യം കൂടെ അതോട് ബന്ധപ്പെട്ടൊന്ന് വായിച്ചാൽ നല്ലതാണ്. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. നോക്കിക്കേ, ഇപ്പൊ സന്തോഷിച്ചോളൂ, ഇനി ഭാവിയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ. എന്താ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടയാകും എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇപ്പം കഷ്ടതകളിൽ അല്ലെ ദൈവം അനുവദിച്ചു തരുന്ന പരിശോധനകളുടെ നടുവിൽ അതിന്റെ ദൈവോദ്ദേശം തിരിച്ചറിഞ്ഞ് സന്തോഷം എന്ന് എണ്ണി മുമ്പോട്ട് പോകാമെങ്കിൽ തെളിഞ്ഞവരായി പുറത്തു വരും. സ്നേഹിക്കുന്നവർക്കുള്ള ജീവകിരീടം കിട്ടും. അപ്പം നാം ഉല്ലസിച്ച് ആനന്ദിക്കുമെന്ന് പറഞ്ഞാൽ, ഞാനത് ഇങ്ങനെ പറയട്ടെ, അപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അല്ലേ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്തോർത്താ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നേ? അന്ന് എന്നെ കടത്തിവിട്ട പരിശോധന ഇതിനായിരുന്നല്ലോ. അന്ന് എന്നെ ദൈവം കടത്തിവിട്ടത്, അനുവദിച്ചു തന്ന ആ കഷ്ടത ഇതിനായിരുന്നല്ലോ എന്ന തിരിച്ചറിവുകൊണ്ട് അന്ന് നമ്മള് ഉല്ലസിച്ച് ആനന്ദിക്കുമെന്നാ പറയുന്നത്. ഈ കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കുക എന്നുള്ള ആശയം വേറെയും പല ഭാഗങ്ങളിൽ കൊലോസ്യ ലേഖനത്തിലും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. 11:45 നമ്മുടെ സമയമായി. പക്ഷെ ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പം കുഞ്ചായ പറഞ്ഞായിരുന്നു, ഭക്ഷണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് 12 മണിക്ക് നിർത്തിയാൽ മതിയെന്ന്. അതുകൊണ്ട് ഞാനിത് അല്പം കൂടെ തുടരുകയാണ്. സന്തോഷിച്ച് ഉല്ലസിപ്പാൻ ഇടവരും. അപ്പൊ ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവേ. ഇപ്പൊ 2 കാര്യങ്ങൾ. പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ചില തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതെന്താന്ന് ഇനി വിശദീകരിക്കുന്നില്ല. 2, അതിന്റെ നടുവിൽ നമുക്ക് അതിനെ സന്തോഷമെന്ന് എണ്ണാൻ കഴിയണം. ഇനി 3-ാമത്തേത്, അങ്ങനെ എണ്ണാൻ കഴിയാമെങ്കിൽ, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ, ആ വാക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുമ്പോട്ട് നോക്കിയാൽ കുറവേ ഉള്ളൂ, അല്ലേ? പല പദ്ധതിയും നടക്കുകയില്ല. ആഗ്രഹിച്ച പലതും ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ പറയാം, നിങ്ങൾ ഒന്നിലും കുറവില്ലാത്തവരാ. ഇങ്ങനെ അടുത്ത് പറയുന്നു, തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന്. ഇനി അടുത്ത വാക്ക്, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പം ആത്മീയ പക്വതയുടെ ലക്ഷണമായിട്ട് 3-ാമത്തേത് ഞാൻ ഇങ്ങനെ പറയട്ടെ, പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് കൊണ്ട് സന്തോഷം എന്നെണ്ണി നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് വെളിപ്പെടണം. പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടണം. ഇതിന് ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ ബൈബിളിലുണ്ട്. ഞാൻ വേഗത്തിൽ ദാനിയേലിന്റെ അനുഭവം മാത്രം ഒന്ന് പറയാം. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വചനത്തിലുള്ളത് തന്നെയാണ്. ദാനിയേലിനെയും തന്റെ കൂട്ടുകാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് വന്നു. ആ പശ്ചാത്തലങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. പിടിച്ചുകൊണ്ട് വന്നു, രാജകൊട്ടാരത്തിൽ ഒരു പ്രത്യേക ട്രെയിനിങ്ങിന് വേണ്ടിയൊക്കെ ആക്കി വെച്ചപ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കേണ്ടത് എന്താന്ന് രാജാവ് കൊടുത്ത കൽപ്പനയുണ്ട്. എന്താ? രാജാവിന്റെ രാജഭോജനത്തിൽ നിന്ന് രാജാവ് കുടിക്കുന്ന വീഞ്ഞിന്റെ പങ്ക് കുടിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദാനിയേലും കൂട്ടരും എന്താ പറഞ്ഞേ? ഈ വീഞ്ഞ് കുടിച്ച് ഞങ്ങൾ അശുദ്ധമാക്കയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെയാ. ഈ വീഞ്ഞ് കുടിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. അപ്പൊ ആ വീഞ്ഞ് കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. അടുത്ത്, രാജാവിന്റെ മേശയിൽ നിന്നുള്ള ഭക്ഷണം, രാജകീയ ഭോജനം, നല്ല ഡെലീഷ്യസ് ഫുഡ് കണ്ടാൽ ആർക്കാ കൊതി വരാത്ത, അല്ലേ? ആ രാജാവ് കഴിക്കുന്ന ഭക്ഷണം, അതിന്റെ പങ്ക് അത് കൊടുക്കാം. അത് കഴിച്ച്, നിർബന്ധമാ, അത് കഴിച്ച് ഇവരെ നല്ല പുഷ്ടിയുള്ളവരാക്കി പുറത്തു കൊണ്ടുവരാനാ. അപ്പോഴും ആ യുവാക്കന്മാര് പറഞ്ഞ മറുപടി എന്താ? വേണ്ട, നിങ്ങൾക്ക് നിർബന്ധമാണ്, ഒരു 10 ദിവസം ഒന്ന് പരീക്ഷിച്ചിട്ട് പോയി, അല്ലേ? ഒരു 10 ദിവസം ഒന്ന് പരീക്ഷിക്ക്.
ഞങ്ങൾക്ക് ശാഖപദാർത്ഥം മതി, ഞങ്ങൾക്ക് പച്ചവെള്ളം മതി. ഇനി ബാക്കിയുള്ളവരുണ്ടല്ലോ, അവർക്കതെല്ലാം ഒന്ന് കൊടുത്തു നോക്ക്. എന്നിട്ട് നോക്ക് ഇതിൽ ആരെ കണ്ടാൽ ആരോഗ്യമുള്ളതെന്ന്, ഇതിൽ ആരെ കണ്ടാലാ കൊള്ളാവുന്നതെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം പ്രവൃത്തിയിൽ വെളിപ്പെട്ടു. എന്തേ? ഞങ്ങൾ ഇവിടുത്തെ ഈ ഭോജനം കഴിക്കത്തില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് ബിംബം കൊണ്ടുവച്ചു, അതിനെ നമസ്കരിക്കണം. നോക്കിയപ്പോൾ ഇതാ ഈ പിള്ളേർ മാത്രം അതിനെ നമസ്കരിക്കുന്നില്ല. രാജാവിന്റെ അരികെ ചെന്നു. രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവർക്ക് കഠിനമായ ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ? എരിയുന്ന തീച്ചുളയിൽ അവരെ പിടിച്ചിടാൻ പോവാം പറഞ്ഞു. ആ ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ എരിയുന്ന തീച്ചുളയിൽ പിടിച്ചിടും. അത് കേട്ട് പേടിച്ചെങ്കിലും ആ പരിശോധനയിൽ നിന്ന് പിൻവാങ്ങിയോ? അവിടെ നിന്ന് പിൻവാങ്ങിയില്ല. എന്താ പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിടുവിക്കാൻ കഴിയും. അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെ അടുത്ത വാക്കാണ് കുറെ കൂടെ പ്രസക്തം. ഇനി അങ്ങനെ വിടുവിച്ചില്ലെങ്കിലും, ഇപ്പം തൽക്കാലം വിടുവിച്ചില്ലെങ്കിലും, അങ്ങനെ അതിന്റെ അർത്ഥം അല്ലെ? ഇപ്പം തൽക്കാലം അവിടുന്ന് വിടുവിച്ചില്ലെങ്കിലും ഇതിന് ഭാവിയിൽ ഒരു റിസൾട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇതിന് ചില പ്രയോജനങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ തിരിച്ചറിവ് കൊണ്ട് നീ സന്തോഷത്തോടെ മറുപടി പറഞ്ഞേ, ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ സേവിക്കയില്ല. ആ തീരുമാനം, ആ ഒരു പ്രസ്താവന, ആ പ്രവൃത്തി, ഇത് പ്രവൃത്തിയിൽ വെളിപ്പെടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ ഒരൊറ്റ ദൃഷ്ടാന്തത്തിലൂടെ ആ ആശയം അവിടെ നിർത്തുക. പരിശോധനകളുടെ നടുവിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ എണ്ണേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. നാലാമത്തതോടെ ഞാനൊന്ന് പറയട്ടെ. 5-ാമത്തെ വാക്യം, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട്, ഏത് കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇതുകൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇവിടെ നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ എന്ന് പറയുമ്പോൾ ഏത് ജ്ഞാനമാണ്? സ്കൂളിൽ പഠിക്കാനൊക്കെ ഇവിടെ ഇച്ചിരി പഠിക്കാൻ പുറകോട്ടാണ്. ഈ വാക്യം എടുത്തിട്ട് പറയും ജ്ഞാനം കുറവാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ജ്ഞാനം തരും. അതല്ല ഇവിടുത്തെ വിഷയം. ആണോ? ഇവിടുത്തെ വിഷയം ആ ജ്ഞാനമല്ല, പഠനത്തിലെ ജ്ഞാനക്കുറവല്ല, ലോകപ്രകാരമുള്ള ജ്ഞാനത്തിന്റെ കുറവല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ജ്ഞാനം ഇത് പരിശോധനയോട് ബന്ധപ്പെട്ടായി പറയുന്നത്. ദിസ് വിസ്ഡം ഈസ് റിലേറ്റഡ് ടു ദ ട്രയൽസ്. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷകളിലെ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ഏത് ജ്ഞാനമാണ്? ഇപ്പൊ നമ്മൾ ചിന്തിച്ചു അറിവെന്നാണ് അല്ലെ? അറിയണമെന്ന് പറഞ്ഞല്ലോ. പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ എന്തറിയണമെന്ന് ഇതുവരെ ചിന്തിച്ച്, എന്നെ ദൈവം ഇതിലൂടെ കടത്തി വിടുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് അറിയണം. ഈ അറിവ് കുറവാണെങ്കിൽ എന്നാ പ്രശ്നം? ഈ അറിവ് കുറവാണെങ്കിൽ വരുന്നവരോടെല്ലാം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ? ഈ അറിവ് കുറവാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നിന്ന് തണുത്തു പോവുകയുള്ളൂ. ഈ അറിവ് കുറവാണെങ്കിൽ ദൈവോദ്ദേശം തിരിച്ചറിയാത്തത് കൊണ്ട് കൊള്ളാവുന്നവരായിട്ട് തെളിഞ്ഞു വരാൻ പറ്റാതെ വരും. ഈ അറിവ് കുറവാണെങ്കിൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റാതെ വരും. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുക, ഈ അറിവ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാക്യം എടുത്ത് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളിൽ നാം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ ഇവിടുത്തെ കോണ്ടക്സ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ, ഏത് കോണ്ടക്സ്റ്റിലാ പറയുന്നത്? കഷ്ടതയുടെ നടുവിലുള്ള ദൈവോദ്ദേശം എന്താണെന്ന് അറിയുന്ന ആ അറിവ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ ആരോട് പ്രാർത്ഥിച്ചാൽ മതി? ഔദാര്യമായി തരാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ദൈവം ജ്ഞാനം തരും. ഏത് ജ്ഞാനം തരും? എന്തിനാ ഈ പ്രശ്നം തന്നെ ഇതിലൂടെ കടത്തിവിട്ടത് എന്താണെന്നുള്ള ഉദ്ദേശം ദൈവം അറിയിച്ചു തരുമെന്ന്. ആ ജ്ഞാനം കുറവാ പലപ്പോഴും നമുക്കല്ലേ. ആ ജ്ഞാനം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരളവിൽ നോക്കിയാൽ കുറവാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുക, ആ ജ്ഞാനം ഔദാര്യമായി തരാൻ കഴിയുന്നവനോട് പ്രാർത്ഥിക്കുക. ഇനി ആ പ്രാർത്ഥിക്കുമ്പോഴും എങ്ങനെ വേണമെന്ന് അവിടെ പറയുന്നുണ്ട്. വിശ്വാസത്തോടെ ഇരുമനസ്സുള്ളവരങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ നടുവിലാകട്ടോ, ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഇരുമനസ്സോടെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനത് വിശദീകരിക്കാതെ അങ്ങ് വായിച്ചു നിർത്താം. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. എന്ത് സംശയിക്കരുതെന്ന് അവിടെ പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ ജ്ഞാനം എനിക്കൊന്ന് തരണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവോദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടാകരുതെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതിന്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയവും വരണ്ട. ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം അത് അറിയിച്ചു തരും. അപ്പൊ ആ സംശയം എന്ന് പറയുന്നത് ദൈവം എനിക്ക് ജ്ഞാനം തരുമോ ഇല്ലയോ എന്നുള്ള സംശയമല്ല. ഒരല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഇതിന്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശം ഉണ്ട്.
അത് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിച്ചേക്കാം ദൈവത്തോട്. ദൈവമേ, എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ, അതൊന്ന് അറിയിക്ക എന്ന് പ്രാർത്ഥിക്കാനല്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സംശയം എന്താ? ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമോ? ദൈവോദ്ദേശം ഉണ്ടോ, സംശയമോ? ഉണ്ടെങ്കിൽ അറിയിക്കുക. അല്ല പിന്നെ സംശയിക്കരുതെന്ന് പറഞ്ഞ എന്താ? ഇനി ഞാനിങ്ങനെ ചോദിച്ചാൽ ദൈവം അത് അറിയിക്കുവോ ഇല്ലയോ എന്ന് ദൈവത്തെ സംശയിക്കരുത്. അതുണ്ട്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഇവിടെ സംശയിക്കരുതെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ട. ഉണ്ട്. അത് തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഔദാര്യമായി തരാൻ കഴിയുന്ന ദൈവം അത് നിങ്ങൾക്ക് തരും. പിന്നീട് അതിന്റെ വിശദീകരണം പറയുക, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ. നമ്മൾ മുമ്പേ തുടങ്ങിയത് എന്താണെന്നറിയാമോ? സ്ഥിരത എന്നുള്ളതാണ്. കഷ്ടത സ്ഥിരത ഉളവാക്കുന്നതാണ്. സംശയത്തോടെ പ്രാർത്ഥിക്കുന്നവൻ ഈ സ്ഥിരത കിട്ടത്തില്ലെന്ന് ആ വാക്ക് പറയുന്നത്. അവൻ പിന്നെ ആരാന്നാ? ഇരുമനസ്സുള്ളവനാ, അവൻ അസ്ഥിരനാ. ഞാൻ ഇനി ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പക്വത വെളിപ്പെടുന്ന ഒരു മേഖലയാണ് ജീവിതത്തിലൂടെ ദൈവം തരുന്ന പരിശോധനകളിൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമുക്കുണ്ടാകുന്ന അറിവ്, അവിടെ നമ്മുടെ കണക്കുകൂട്ടൽ, അവിടെ നമ്മുടെ പ്രവൃത്തി, അവിടെ നമ്മുടെ പ്രാർത്ഥന അഥവാ യാചന എങ്ങനെയുണ്ടോ അത് ആത്മീയ പക്വതയുടെ അടയാളമാണ്. പ്രശ്നങ്ങളുടെ നടുവിലും ദൈവോദ്ദേശം തിരിച്ചറിഞ്ഞ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരായി, കൊള്ളാവുന്നവരായി തെളിഞ്ഞു വന്ന് കർത്താവിനെ സ്നേഹിച്ച് ഭാവിയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. പ്രത്യേക കിരീടത്തിന്റെ അവകാശികളായി നമ്മെ ദൈവം തീർക്കും. ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഏതെങ്കിലും നിലകളിലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകത്തെ ആരുമില്ലല്ലോ. അതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ചില പദ്ധതികൾ ദൈവത്തിനുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.